നവരാത്രി ആഘോഷ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങാൻ രൂപത്തിൽ ഒരേപോലെയുള്ള രണ്ടുപേർ എത്തിയത് കാണികളിൽ കൗതുകമുണർത്തി. വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലാണ് സംഭവം. കലാകാരന്മാർക്കൊപ്പം തുല്യ പ്രാധാന്യത്തിൽ ഒരേപോലെ ആദരിക്കപ്പെടേണ്ടവരാണ് സ്വന്തം മക്കളിലെ കലാവാസന കണ്ടെത്തി അവരെ മികച്ച കലാകാരന്മാരാക്കി മാറ്റുന്ന രക്ഷിതാക്കളും എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന വ്യത്യസ്തമായ ആദരിക്കൽ ചടങ്ങിൽ രൂപത്തിൽ ഒരേപോലെയുള്ള ഒരു കലാകാരനും ഒരു കലാകാരിയുടെ അച്ഛനും ആദരവ് ഏറ്റുവാങ്ങാൻ വേദിയിൽ എത്തിയതാണ് ഭക്തരിൽ കൗതുകമുണർത്തിയത്. അതിൽ ഒരാൾ പ്രമുഖ നടൻ വിജയൻ ചാത്തന്നൂരും മറ്റേയാൾ പ്രമുഖ നർത്തകിയുടെ അച്ഛൻ കോഴിക്കോട് സ്വദേശി ബാലകൃഷ്ണനുമാണ്. ഇരുവരെയും മൂത്തടികൾ ആദരിച്ചു. ശിവശങ്കര അടികൾ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വേദി അനുവദിച്ചു തന്ന നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഗുരുവായൂർ മേൽശാന്തിമാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 10 മേൽശാന്തിമാരെ ഇന്റർവ്യൂ ചെയ്തു. എല്ലാവരും കാണണം. ഉമാശങ്കർ അരുമനാട് US മീഡിയ ന്യൂസിൽ എല്ലാവരും കാണുക. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 2 ഭക്തരാണ് ഇവർ രണ്ടാളും. വിജയേട്ടനെ പിന്നെ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, ഒരു പേരുകേട്ട കലാകാരനാണ്. ഇതൊരു വേറിട്ട ചടങ്ങാണ്, വേറിട്ട കാഴ്ചകൾ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു ചടങ്ങാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ ഗുരുതുല്യരായ അടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി, സ്നേഹം, വേറൊന്നും പറയാനില്ല. ഞാനും സർപ്രൈസിലാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏകദേശം സാധ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഉറക്കം പറയൂ. മതി. അടുത്തതായിട്ട് ബാലകൃഷ്ണേട്ടൻ. ഞാൻ കോഴിക്കോട് വ്യക്തിയാണ്. ബാലകൃഷ്ണൻ എന്ന പേര്. എനിക്ക് പറയാനുള്ളത് ദേവം പറഞ്ഞു കഴിഞ്ഞു. ഇത് പറയാനില്ല. അടുത്തതായി 2 പേരെ നിന്ന് ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. ബാലകൃഷ്ണേട്ടനെ ആദ്യം ആദരിക്കും. അടുത്തായി വിജയേട്ടനെ ആദരിക്കും. അടുത്തായി ഈ 2 പേരെ കണ്ടപ്പോ ഇത് ഇങ്ങനൊരു വേദി ഒരുങ്ങാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശിവശങ്കരേട്ടൻ സംഭവം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നുള്ളത് അദ്ദേഹം പറയും. ഇതിന്റെ കഥ എന്ന് പറയാൻ ചെറുതായിട്ട് ചോദിക്കുന്നുണ്ട്. ശ്രീ ചാത്തന്നൂർ വിജയനെ എല്ലാവർക്കും അറിയാം. നാടകത്തിലും സിനിമയിലും എല്ലാ സ്ഥലത്തും സോഷ്യൽ ആക്ടിവിറ്റീസിലും എല്ലാവരും പങ്കെടുത്ത് ഞങ്ങൾ കുട്ടിക്കാലം നമുക്ക് അറിയുന്നതാണ്. കഴിഞ്ഞ ഒരു ഉത്സവകാലത്ത് ഇവിടെ ജിഷ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് സ്കൂൾ നടത്തുന്നത് ദേവദത്ത ഡാൻസ് സ്കൂൾ കണിയശ്ശേരിയിൽ. അവരുടെ അച്ഛനാണ് ശ്രീ ബാലകൃഷ്ണൻ, കോഴിക്കോട് നിന്നാണ്. മകളിവിടെ കണിയശ്ശേരിയിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ ഡാൻസ് സെന്റർ പ്രവർത്തനത്തിൽ എപ്പോഴും എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്നുണ്ട്, ഇന്നും പങ്കെടുക്കുന്നുണ്ട്. അവര് നമുക്ക് വലിയ കാഴ്ചയില്ല. ഇവര് 2 പേരും നമ്മുടെ അമ്പലമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടും ഉള്ള എല്ലാ പരിപാടികൾക്കും ഇവരിവിടെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഇതേമാതിരി ഉത്സവകാലത്ത് ഞാൻ പരിചയമാണ്. പക്ഷേ അപ്പോ വിജയനും ഒരേ സാമ്യം കണ്ടപ്പോ എനിക്ക് അന്ന് തുടങ്ങിയ മോഹം ഇവര് 2 പേരും എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പരിചയപ്പെട്ടതാണ് ശ്രീ വിജയനും ബാലകൃഷ്ണനും. 2 പേര് ഫാമിലി
ഫാമിലി പഠിച്ചതിന് വഴി നമുക്ക് വലിയ അതിനെ വേണ്ടി പരിചയപ്പെടുത്താം. ജില്ലയിലാണ് മോഹിനിയാട്ടം നടത്തുന്നതെന്ന് ഇവരെ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇവരുടെ സഹകരണം ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവർക്ക് നീണ്ട കഴിവുകളോട് അവരെ കാണാം. പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ MBA അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, VLSI, ചിപ്പ് മാനുഫാക്ചറിംഗ്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഹൈടെക് ക്ലാസുകൾ, അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ്. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, വാവന്നൂർ, പട്ടാമ്പി, പാലക്കാട്.